ഹലോ ഫ്രണ്ട്സ്, മാജിക് ഡൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ ഒരു മാങ്ങാക്കറി. വളരെ എളുപ്പത്തിൽ മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 പച്ചമാങ്ങ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു 20 ചെറിയ ഉള്ളി, 2 ചെറിയ സവാള, 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി കുത്തി എരിഞ്ഞെടുത്തത്, 2 തണ്ട് കറിവേപ്പില, ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കണം. ഒരു തേങ്ങയുടെ പാലെന്ന് പറയുമ്പം അത് 3ആയിട്ട് നാം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അത് 3ഉം നമുക്ക് ക്രമത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലകളാണ്. മസാലകൾക്കായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് വറവിടാനാണ്. വറവിടാൻ വേണ്ടിയിട്ട് ചുമന്നുള്ളി, 4-5 ചെറിയ ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, ഉണക്കമുളക് 2-3 പീസായി മുറിച്ചെടുത്തതും. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, കടുക്, ഉലുവ. നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് മാങ്ങാക്കറി ഒന്ന് തിരുമ്മി വെക്കണം. തിരുമ്മി വെക്കാനായിട്ട് ആദ്യം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർക്കുമ്പോൾ ഇപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഉപ്പ് കൂടുതൽ വേണം. അപ്പോൾ ഞാനിതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ഈ ടീസ്പൂണിൽ തന്നെ എടുക്കുന്നത്, കുമിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് എരിവ് വളരെ കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിത് കുമിച്ചെടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 1 സ്പൂൺ വടിച്ചായാലും മതി. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിരിക്കണം. മല്ലിപ്പൊടി ഞാൻ കുമിച്ച് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ, അധികം ചേർക്കരുത്. 1/4 ടീസ്പൂണിൽ കുറവായാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊരു 1/4 മണിക്കൂർ നമ്മളിത് മണം തന്നെ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. തിരുമ്മി ഏകദേശം 1/2 മണിക്കൂറായി. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് കറി ഉണ്ടാക്കി തുടങ്ങാം. ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂണാണ്, ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി വന്നു. നമ്മളിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. ഉലുവയും കടുകൊക്കെ പൊട്ടി. ഇനി ചെറിയ ഉള്ളിയാണ് ആദ്യം ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഞാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചേർക്കുകയാണ്. ഇതിപ്പോൾ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത്രയും സവാള കൂടി ചേർത്തത്. ഈ മാങ്ങയ്ക്ക് പുളി അധികം ഇല്ലെങ്കിൽ നമ്മൾ ഈ സവാള ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ മാങ്ങയിൽ തിരുമിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിലേക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് എളുപ്പം വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മൂത്ത് വരണം. ഇത് ഉള്ളിയൊക്കെ നല്ല ചുമന്ന നിറം, ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നിറമൊക്കെ മാറി തുടങ്ങി, നല്ല ബ്രൗൺ ആയി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങി നല്ലതുപോലെ. നമ്മളിതിനകത്ത് ഇനി മസാലയൊന്നും നമുക്ക് ചേർക്കാനില്ല, എന്നാലും ഞാൻ വെറുതെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമുക്കിനിയിപ്പം മാങ്ങയിലെല്ലാം തിരുമ്മി വെച്ചതുകൊണ്ട് നമുക്കിനി വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനി മാങ്ങയിൽ നമുക്ക് തിരുമ്മി വെക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ പൊടികൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ച മാങ്ങ ചേർക്കുകയാണ്.
മാങ്ങയ്ക്കകത്ത് എല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം നമ്മൾ ചേർത്ത് തിരുമ്മി വെച്ചതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഇനി ഇളക്കി ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഇത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് ഒന്നുകൂടെ ഇളക്കി നോക്കുകയാണ്. ഇളക്കി നോക്കിയപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മളൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി വീണ്ടും ഒന്നും കൂടെ നമ്മൾ അടച്ച് തീ കുറച്ച് വെക്കുകയാണ്. ഇപ്പോൾ മാങ്ങ നമ്മൾ ഒന്നുകൂടെ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ ഇളക്കി നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് അതിനകത്ത് വെള്ളമൊന്നും ഇല്ല, അടി പിടിച്ചിട്ടില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ട സമയമായി. മസാലയൊക്കെ വെന്തു നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മൾ തേങ്ങാപ്പാലിൽ 3-ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. 3-ാമത്തെ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്. ആദ്യം തനി പാൽ മാത്രം നമ്മൾ പിഴിഞ്ഞെടുക്കും. പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കും. 3-ാമത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലാണിത്. ഇത് നമ്മൾ ആദ്യമേ ചേർത്ത് ഈ മാങ്ങയൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതിങ്ങനെ അടച്ച് വേവിക്കണം. അത് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കി ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മളിതിനകത്ത് 2-ാമത്തെ പാല് ചേർത്ത് ഒന്ന് തിളപ്പിക്കും. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. 2-ാമത്തെ പാല് ചേർത്ത് ഒന്ന് തിളച്ചാൽ മതി. 2-ാമത്തെ പാലെന്ന് പറയുമ്പോൾ നമ്മളത് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് മിക്സിക്കകത്ത് അടിച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. അതാണ് നമുക്ക് എത്ര ചാറ് വേണോ അത്രയും വേണ്ടത്. ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് 2-ാമത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അതിപ്പോൾ നന്നായി തിളച്ച് വന്നു. നമ്മളിതേ 1-ാം പാലും കൂടി ചേർത്ത്. 1-ാം പാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അതോ തനി പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തതാണ്. ഇനിയിപ്പം നമ്മളിതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വറവിട്ടാൽ മാത്രം മതി. ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വറവിടാം. വറവിടാനായിട്ട് നമ്മളൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു. ചീനച്ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുകിടുക. കടുകും ഉലുവയും നമ്മൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് ആണ് എങ്കിൽ പോലും അത് ഒന്നുകൂടി അതിൻ്റെ മീതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു വറവ് ഇടുകയാണ് നമ്മൾ. ഇനി ഇതിലേക്ക് ഉണക്കമുളക് മുറിച്ചതും ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാം. വറവൊക്കെ നല്ല ചുമന്ന് വന്നു തുടങ്ങി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഇതിലോട്ട് കറിയിലേക്ക് ഒഴിക്കാവുന്ന പരുവായി. കറിയുടെ മുകളിലേക്ക് നമ്മൾ വറവ് ഒഴിക്കുകയാണ്. നല്ല കടുകും ഉണക്കമുളകും ഉള്ളിയും മുപ്പിച്ചതും എല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഒരു മാങ്ങാക്കറി. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നന്നായിട്ട് വരുന്നൊരു കറിയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കുന്ന വിഭവങ്ങളുമായി ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.